50 വയസ്സൊക്കെ കഴിയുമ്പോൾ എല്ലാവരും കിളവനും കിളവിന്നൊക്കെ വിളിക്കാൻ തുടങ്ങും. പക്ഷേ ഞാൻ പറയട്ടെ, ജീവിതം തുടങ്ങുന്നത് ചിലപ്പോൾ ഈ ഒരു പ്രായത്തിലായിരിക്കുള്ളൂ. ഓക്കെ, കാരണം നമ്മൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് ചിലപ്പോൾ നമ്മൾക്ക് വേണ്ടി കുറച്ച് ജീവിക്കാൻ തുടങ്ങുന്നത് ഈ ഒരു ടൈമിലായിരിക്കാം. അതെല്ലാവരുടെയും കാര്യത്തിൽ അങ്ങനെ ആവണമെന്നൊന്നുമില്ല. എന്നോട് ചോദിക്കുകയാണെങ്കിൽ പ്രാരാബ്ദങ്ങളും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ പോകുന്നുണ്ട്. രോഗങ്ങളും പീഡകളും. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ഗ്രാറ്റിറ്റ്യൂഡാണുള്ളത്. കാരണം എൻ്റെ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് വി ഹാഡ് ദ ബെസ്റ്റ് ഓഫ് ബോത്ത് വേൾഡ്സ്. കാരണം ഞങ്ങൾ ആ ഒരു കാലഘട്ടത്തിൽ നല്ല നല്ല കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ പുതിയ ജെൻസി പിള്ളേർ അനുഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു ഫോൺ അന്ന് ട്രങ്ക് കോളൊക്കെ ബുക്ക് ചെയ്യുമായിരുന്നു. പിന്നെ അത് ടെലിഫോണായി, പിന്നെ കറക്കുന്ന ആ ഫോണായി. മൊബൈൽ ഫോൺ വന്നപ്പോൾ എന്തായിരുന്നു, ആ നോക്കിയ ഫോണിൽ ആ പാമ്പ് വിഴുങ്ങുന്ന ഗെയിം കളിച്ച ആ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ? ഇതിപ്പോൾ ഐഫോൺ പ്രോ മാക്സ് 17ൻ്റെ കാലഘട്ടമാണ്. എങ്ങനെയാണ് ഒരു ഫോണിൽ ടച്ച് യൂസ് ചെയ്യുന്നതെന്ന് പോലും അറിയാത്ത ആൾക്കാരായി നമ്മളിപ്പോൾ സ്വന്തം റീൽസ് എടുക്കുന്നു, എന്നൊക്കെ പറഞ്ഞ് സെൽഫി എടുക്കുന്നു. നമ്മുടേതായ സ്വന്തം ചാനലുകൾ നമുക്കുണ്ട്. നമ്മൾ നല്ലോണം അഡ്ജസ്റ്റ് ചെയ്യുന്നില്ലേ ഈ ഒരു കാലഘട്ടമായിട്ട്? പിന്നെ അന്ന് നമ്മൾ ചെറുപ്പത്തിൽ എത്രയോ ഗെയിംസ് കളിച്ചിരുന്നു. വരമ്പിലും തൊടികളിലൂടെയൊക്കെ ഓടി നടന്നിരുന്നു, കുളത്തിലിറങ്ങി കുളിച്ചിരുന്നു, മീൻ പിടിക്കാൻ പോയിരുന്നു, ഓണമൊക്കെ വരുമ്പോൾ പൂ പറിക്കാൻ പോകുമായിരുന്നു. അമ്മറൈറ്റ്, സാറ്റ്, എന്തോരം കളികളുണ്ടായിരുന്നു. നമ്മൾ പുൽക്കൂടുണ്ടാക്കിയിരുന്നു. നമ്മൾ നല്ലൊരു നാട്ടിൻപുറത്തെ വൈബൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. തൊഴുത്തിൽ കെട്ടിയ പശുക്കളെയൊക്കെ നമ്മൾ എന്തോരം കണ്ടിരിക്കുന്നു. ഇപ്പോഴത്തെ ജനറേഷൻ കുട്ടികൾ കണ്ടിട്ടുണ്ടോ? നമ്മൾ അന്ന് ഗ്രാമഭംഗി, നാട്ടിൻപുറം ഇതൊക്കെ നല്ലോണം നമ്മൾ ആസ്വദിച്ചു. ഇന്നൊക്കെ അത് ആസ്വദിക്കണമെങ്കിൽ ഒരു ഹെറിറ്റേജ് റിസോർട്ടിൽ പോകണം. പിന്നെ അതുപോലെ തന്നെ ഡ്രസ്സാണെങ്കിൽ നമ്മളുടെ വാർഡ്രോബിൽ പുറത്തിടാൻ ഒരു 5 നല്ല ഡ്രസ്സ് ഉണ്ടെങ്കിൽ നമ്മൾ റിച്ച് ആണെന്നാണ് അന്നത്തെ വെപ്പ്. വലിയ കാര്യമുള്ള ഫാഷനൊന്നുമില്ലായിരുന്നു. ഓർമ്മയുണ്ടോ? ചുരിദാർ ഇട്ടാൽ ആ വി പോലെ ഇങ്ങനെ മടക്കി വെച്ച ഷോള് അത് നിർബന്ധമായിരുന്നു. പിന്നെ മിഡിയും ടോപ്പ്, പാവാട ബ്ലൗസ്, ധാവണി. എന്തായിരുന്നു അല്ലേ? ഇന്നൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊരു ഷോർട്ട്സൊക്കെ ഇട്ട് നമുക്ക് പുറത്തിറങ്ങി നടക്കാം. ഇന്ന് മീഷോ അങ്ങനത്തെ ആപ്സൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ഇഷ്ടംപോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഡ്രസ്സസ് മേടിക്കാം. ഇന്ന് എല്ലാവരുടെയും അലമാരികൾ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. അന്നൊരു 5 ഡ്രസ്സ് ഉള്ളത് തന്നെ വലിയ കാര്യം. പിന്നെ നമ്മുടെ അച്ഛനമ്മമാർ പറഞ്ഞ പഴയ കഥകളൊക്കെ കേട്ട് നമ്മുടെ കണ്ണീറിനെ അണിയിച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ അവർ ഒരു ജോഡി ഡ്രസ്സുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തതും മണ്ണെണ്ണ വിളക്കിലിരുന്ന് പഠിച്ച കഥകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സങ്കടമാണ്. നമുക്കൊരു മോട്ടിവേഷനാണ്. പക്ഷേ ആ കഥകളൊക്കെ ജെൻസിയോട് പറഞ്ഞ് അവർ ക്രിഞ്ചടിക്കണത് കണ്ട് നമ്മൾ ചമ്മിയിട്ടുണ്ട്. കാരണം അതൊന്നും അവർക്ക് മനസ്സിലാവില്ല. നമുക്ക് മനസ്സിലാവും, പക്ഷേ അത് അവർക്ക് മനസ്സിലാവില്ല. പണ്ട് നമ്മൾ അനുഭവിക്കാനുള്ളതൊക്കെ അനുഭവിച്ചു. പേരൻസ് പറയണത് കേട്ടു. അവർ പറയുന്ന പോലെയൊക്കെ ചെയ്തു. ഒരു ഫാമിലി ഫംഗ്ഷൻ പോയപ്പോൾ എല്ലാവരും നമ്മളെ കളിയാക്കിയാൽ നമ്മളത് വി ടുക്ക് ഇറ്റ് ആൻ ആസ് ട്രൈഡ്. പക്ഷേ ഇന്ന് അതെല്ലാം ട്രോമറ്റൈസ് ആയിരുന്നു. പേരൻസ് നമ്മളെ ട്രോമറ്റൈസ് ചെയ്തു. എല്ലാവരും ട്രോമറ്റൈസ് ചെയ്തു. ബോഡി ഷേപ്പിംഗ് ഇപ്പോൾ ഭയങ്കര കാര്യമായിട്ട് എടുത്തിരിക്കുകയാണ്. അന്നൊരു ഫംഗ്ഷനൊക്കെ ചെല്ലുമ്പോഴേക്കും എല്ലാവരും നീ തടിച്ചു പോയല്ലോ എന്ന് പറയുന്നത് സർവ്വസാധാരണ, ഇറിറ്റേഷൻ ആണെങ്കിലും. പക്ഷേ ഇന്ന് അത് സോഷ്യൽ മീഡിയ വഴി അത് ഭയങ്കര ഒരു ബോഡി ഷേമിംഗ് ട്രെൻഡാക്കി. പിന്നെ സോഷ്യൽ മീഡിയ. ഇപ്പോൾ എന്ത് കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ കൂടെ അറിയും. അന്ന് നമ്മളൊന്നും അറിഞ്ഞിരുന്നില്ല. ആക്ച്വലി ഇൻഫർമേഷൻ ഓവർലോഡായിരുന്നു. പക്ഷേ അന്ന് ഇഗ്നോറൻസ് വാസ് ബ്ലിസ്. കുറേ കാര്യങ്ങൾ അറിയാതിരുന്നത് നല്ലതായിരുന്നു. പിന്നെ പ്രണയമാണെങ്കിൽ പൈപ്പിൻ ചോട്ടിലെ പ്രണയമൊക്കെ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. നമ്മൾ ട്യൂഷനൊക്കെ കഴിഞ്ഞ് നടന്നു വരുമ്പോൾ പൂവാലന്മാർ സൈക്കിൾ ബെല്ലടിച്ചു പുറകെ കൂടെ വരുന്നതും മാറി നിന്ന് നമ്മൾ വാച്ച് ചെയ്യുന്നതും. ഇന്നപ്പോൾ അത് സ്റ്റോക്കിംഗ് ആയി. സൈബർ സ്റ്റോക്കിങ്ങും അതിൻ്റെ പല പല ലെവൽസ്, വയലൻസ് വരെ എസ്കലേറ്റ് ചെയ്തു. അന്ന് പ്രണയം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കും. കുറേ പ്രണയങ്ങളൊക്കെ നമ്മളങ്ങ് മറക്കും വീട്ടുകാർക്ക് വേണ്ടി. പിന്നെ ആ ഒരു ഓർമ്മകൾ, ആ ഒരു നിമിഷങ്ങൾ ഇന്നതൊക്കെ ഉണ്ടോ? മീറ്റ് സംബഡി, ദെൻ മേക്കപ്പ്, ബ്രേക്കപ്പ്, ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. എന്ന് വെച്ചാൽ ഞാൻ ഈ ജനറേഷനെ കുറ്റം പറയല്ല കേട്ടോ. അന്ന് നമുക്ക് പ്രേമിച്ചെടുക്കാനൊന്നും സമയം കിട്ടിയില്ല. പക്ഷേ ഇന്ന് എൻ്റെ കാലഘട്ടത്തിലുള്ള ആൾക്കാർക്ക് ഡേറ്റിംഗ് ആപ്പും സൈറ്റ്സും ഒക്കെ ഉണ്ട്. ദാറ്റ് ഈസ് നോട്ട് എൻ ഇഷ്യൂ. പിന്നെ മേക്കപ്പ്, ഒരു കുട്ടിക്കൂറ പൗഡർ കൊണ്ടും ഒരു കൺമഷി കൊണ്ടും ഒരു ശിങ്കാരൻ്റെ ചാന്തും കൊണ്ടും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിരുന്നു. എവിടെയെങ്കിലും നമ്മൾ സൂപ്പർബായിട്ട് പോകുമായിരുന്നു. ഇന്ന് നമുക്ക് ഇഷ്ടംപോലെ മേക്കപ്പ് പ്രോഡക്ട്സ് ഉണ്ട്. കൺസീലർ, ഐ ഷാഡോ, ഫൗണ്ടേഷൻ, എക്സെട്ര. സൺസ്ക്രീനൊന്നും കേട്ടിട്ടും കൂടിയില്ലായിരുന്നു. അന്നുള്ളതൊരു ഫെയർ ആൻഡ് ലവ്ലിയാണ്. അത് തേച്ചാൽ വെളുത്തു പോകുമെന്ന് ഓർത്ത് നമ്മൾ പകുതി പേര് തേക്കുവാറില്ലായിരുന്നു. എനിക്ക് അലർജി ആയിരുന്നു കേട്ടോ. സോ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ വിവ് എക്സ്പീരിയൻസ്ഡ് എ ലോട്ട്. നമ്മൾ കുറേ ജെന്യുവിൻ ആയിട്ടുള്ള റിലേഷൻഷിപ്സ്, ഫീലിങ്സ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതില്ല എന്നല്ല, പക്ഷേ ഓക്കെ, വി ആർ അഡ്ജസ്റ്റിങ്. ഇങ്ങനെയൊക്കെ തന്നെ അങ്ങ് പോട്ടെ. പിന്നെ മെഡിക്കൽ ടെക്നോളജിയൊക്കെ ഒരുപാട് അഡ്വാൻസ് ചെയ്തു. അതുകൊണ്ട് പല പല രോഗങ്ങൾക്കും ഇപ്പോൾ ചികിത്സയുണ്ട്. ഇവിടെ എന്നാലും ജസ്റ്റ് മൊത്തത്തിലൊന്ന് നോക്കുമ്പോൾ ഞാൻ പറയാണ്, ഗ്രാറ്റിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. ഞങ്ങളന്നും പൊരുതി, ഞങ്ങളെന്നും പൊരുതിക്കൊണ്ടിരിക്കുന്നു. ഇനി അങ്ങനെ തന്നെ.